യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്ക് എടുക്കാം. 28-ാം അധ്യായം എടുക്കാം. അതിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി. ശോധന ചെയ്ത കല്ല്, വിലയേറിയ മൂലക്കല്ല്. അതാരാ? യേശുക്രിസ്തു. ഹല്ലേലൂയ. ശോധന ചെയ്ത കല്ല്, വിലയേറിയ കല്ല്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ബൈബിൾ ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മൂലക്കല്ല് അല്ലെങ്കിൽ അടിസ്ഥാന കല്ല് ആരാ? ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിക്കുകയാണ്, ശോധന ചെയ്ത വിലയേറിയ മൂലക്കല്ല്. ഒരു ബിൽഡിങ്ങിന്റെ നിലനിൽപ്പ് അതിന്റെ അടിസ്ഥാനത്തോട് ബന്ധപ്പെട്ട. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തും ചെയ്യും. അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ് നീ പലതും ചെയ്യാതെ നിൽക്കുന്നത്. ചോദ്യം, അപ്പൊ യേശുക്രിസ്തുവിനെ ഒരാൾ സ്വീകരിക്കുമ്പോൾ അവന് ദൈവം ഇടുന്ന കല്ലാണ് ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല്. അത് ശോധന ചെയ്ത വിലയേറിയ കല്ല. ഒരു ചോദ്യം, ഒരു വിലയില്ലാത്ത നിനക്ക് ഒരു വിലയേറിയ കല്ലിട്ട് ഒരു പുതിയ പണി തുടങ്ങാൻ നിനക്ക് എന്ത് വിലയാവുള്ളേ? അതല്ലേ പ്രസംഗം. ആ വിലയെക്കുറിച്ചായി ഇന്ന് പ്രസംഗിക്കാൻ പോകും. ഇവിടുന്ന് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പറയും നമ്മൾ മതിലേ കൃത്യാന് വെറുതെ ഒരു വിലയും നിനക്കില്ല. അപ്പൊ ഒരു വിലയില്ലാത്ത നിനക്ക് വേണ്ടി ഇത്രയും വിലയേറിയത് എന്തിനാ ദൈവം തന്നെ? നിന്നെ ഈ കോട്ടയത്ത് നിർത്താൻ നിനക്ക് ശോധന ചെയ്ത വിലയേറിയ ഒരു കല്ല് അടിസ്ഥാനമിട്ടിരിക്കുക. പൗലോസ് പറയാ, യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറൊരു അടിസ്ഥാനമില്ല. നിന്നെ കുലുക്കാൻ പല സംഘടിത ശക്തികളും വന്നിട്ടും നീ കുലുങ്ങാത്തത് എന്നാന്നറിയാമോ? പറയാം, നിന്റെ അടിസ്ഥാനം സ്ട്രോങ് ആണ്. ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകനാകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആർക്കും പൊളിക്കാൻ വയ്യാത്തൊരു അടിസ്ഥാനം കർത്താവിടും. ഒരാമയും പറയണം. ആ അടിസ്ഥാനം ആണ് ദൈവം ശോധന ചെയ്ത മൂലക്കല്ല്. ഈ പത്രോസിന്റെ വേറൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം കേൾക്കണം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു. അടുത്ത കേട്ടോ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ല് എന്ന പോലെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ പ്രത്യേകത, സ്തോത്രം, യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന ശ്രേഷ്ഠമായ കല്ല്, ആ കല്ലിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലാകണം. എന്തോ ആകണം? ഇത് കേട്ടിട്ട് ഒരു ജീവൻ വരുന്നില്ലല്ലോ. ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കരുത്, ജീവനുള്ള കല്ലാകണം. ഒരാമയും വരുന്നില്ല. ഈ കല്ലായവൻ പത്രോസിന്റെ എഴുതി കിട്ടിയോ? മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. റെഫറൻസ് ഒന്ന് പറയാമോ? 1 പത്രോസ് 2:4. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. നമ്മളും എന്തുവാകണം? ജീവനുള്ള കല്ലാകണം. ഒരാമയും വരുന്നില്ല. ആരാധനയ്ക്ക് വരുമ്പോൾ അറിയാതെ അധരങ്ങൾ ചലിക്കുന്നത് എന്താ? ഇത് ചത്ത കല്ല അല്ല, ജീവനുള്ള കല്ല. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇവിടെ വ്യാപരിക്കുന്ന ജീവൻ ദൈവിക ജീവനാ. നിങ്ങൾ ജീവനുള്ള കല്ലായി മാറണം. കർത്താവ് പഠിപ്പിക്കുക. അമ്മേ, ഒരു 2 പണിയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുക. വായിക്കണ്ട, എന്നെ നോക്കിയിരുന്നാ മതി. ഒരുത്തൻ മണ്ണിന്റെ മേൽ പണിതു,
ഒരുത്തൻ പാറമേൽ പണിതു. കേട്ടോ, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനം ഇട്ടതാകയാൽ അത് വീണില്ല. മനസ്സിലായില്ലയോ? എത്ര എത്ര തിരമാലകൾ നിന്റെ ലൈഫിന് നേരെ അടിച്ചിട്ടും വന്നതുപോലെ തിരിച്ചു പോകാൻ കാരണമെന്താ? നിന്റെ അടിസ്ഥാനം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറക്കരുത്, നിന്റെ അടിസ്ഥാന കല്ല് വിലയേറിയതും ശോധന ചെയ്തതുമായ കല്ല. ഇനി ആ കല്ലിന്റെ മേൽ നിന്നെ പണിത് എങ്ങനെയാന്ന് കേട്ടോണം. വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവ് തീർത്ത കല്ലായി നിന്നെ എടുത്തു. ഒരാമയും വരുന്നില്ല. ഈ മതിൽ കെട്ടുന്ന ആൾക്കാരുടെ അടുക്ക പോണം. ചുറ്റിക കൊണ്ട് കരിങ്കല്ലടിച്ച് മതിൽ കെട്ടുന്ന ആൾക്കാരുടെ പോയി നിൽക്കണം. ടിപ്പർ ലോറിയെ കൊണ്ടുവന്ന് കല്ല് തട്ടി പടപടപട കല്ലെല്ലാം കൂടെ വീണു. കല്ല് കെട്ടുന്നവൻ വന്നിട്ടൊരു നോക്കമുണ്ട്. നമ്മൾ നോക്കുന്ന പോലൊന്നുമല്ല. അവന് കല്ലിന്റെ മുഖം അറിയാം. മുഖം ഇല്ലാത്തവനെ അടിച്ച് മുഖം വരുത്തും. സഭ ഒരു പണിയാ. സ്തോത്രം. പല ഷേപ്പിലുള്ള കല്ലുണ്ട്. അതിനെയൊക്കെ തിരുവചലെന്ന ചുറ്റിക കൊണ്ട് അടിച്ചു ഷേപ്പ് വരുത്തണം. എന്തിനാ കാര്യം? ഒരു മതിൽ കെട്ടുമ്പം എങ്ങനെയും വെച്ച കെട്ട് തള്ളിപ്പോകും. ഷേപ്പ് വരുത്തി വേണം കെട്ടാൻ. ഈ പണിക്കാരൻ നോക്കിക്കോണം. ആദ്യമൊക്കെ അവരൊരു 100 കല്ല് മാറ്റിയിടും. മതിൽ പൊങ്ങുമ്പോൾ അത് 50 ആവും, 20 ആകും, 10 ആകും. അവസാനം മനസ്സിലാകും 1 2 കല്ലൊഴിച്ച്. എവിടെ ഈ 1-2 കല്ലുണ്ട് ഒഴിച്ച്, ബാക്കി എല്ലാ കല്ലും ഭംഗിയായിരിക്കും. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ഒരു ആത്മീക വെളിപ്പാട് പറയാം. എത്ര വലിയ പ്രതിസന്ധി വന്നിട്ടും നീ ഇവിടെ ചിരിച്ചോണ്ട് നിൽക്കാൻ കാരണം നിനക്കൊരു അടിസ്ഥാന കല്ലുണ്ട്. അത് വിലയേറിയതും ശോധന